മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർക്കിൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 352 എപ്പിസോഡിൽ ബാരിറ്റ കാർബോണിക് എന്ന അധ്യായത്തിൻ്റെ 6ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പർട്ടിക്കുലർ സിംറ്റംസിൻ്റെ തുടർച്ച, ആ ടോൺസിൽസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ആ ടോൺസിൽസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. ആ ഒരു ലക്ഷണത്തെ മാത്രം വെച്ചുകൊണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണത്തെ മാത്രം വെച്ചുകൊണ്ട് ഒരു ഔഷധം സെലക്ട് ചെയ്യരുത്. അത് തന്നെ പറഞ്ഞ് തുടരുകയാണ്. പിന്നീട് ഈ ഒരു എപ്പിസോഡിൻ്റെ, ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിരവധി താരതമ്യങ്ങൾ, നിരവധി ഔഷധങ്ങളുള്ള താരതമ്യങ്ങൾ. ഈ താരതമ്യങ്ങൾ വളരെ പ്രധാനമാണ്. കാരണം കേസൊക്കെ ഭംഗിയായിട്ട് എടുത്തു, നന്നായിട്ടൊക്കെ റിപ്പർട്ടൈസ് ചെയ്തു. പിന്നീട് മെറ്റീരിയ മെഡിക്കാസ് റെഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും, വിശേഷിച്ചും ചില കേസുകളിൽ കേസ് എത്ര കൃത്യമായിട്ട് എടുത്താലും അത്ര വ്യക്തമില്ലാത്ത ചില ആസ്പെക്ട്സിൽ അത്ര വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളിൽ ഇന്ന ഔഷധമാണോ മറ്റേതാണോ, അങ്ങനെ ചെറിയ മൊഡാലിറ്റിയുടെ കാര്യത്തിലും മറ്റുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ട് സംശയങ്ങളുണ്ടാകാം. ഈ സംശയങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ തെറ്റിപ്പോകാൻ അല്ലെങ്കിൽ രോഗശാന്തി കുറെ നീണ്ടുപോകാൻ ഒക്കെ അതിന് കാരണമാകും. പക്ഷേ ഇങ്ങനെയുള്ള ചില ഈ കമ്പാരിസൺസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഒരു സവിശേഷമായ ഒരു കാര്യത്തിൽ സമാനമായ 2-3 ഔഷധങ്ങൾ തമ്മിലുള്ള സൂക്ഷ്മമായ വ്യത്യാസം ഇന്നതാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ആശങ്കയ്ക്ക് കാരണമില്ല. ഒന്നുകൊണ്ട് അധിക ചോദ്യങ്ങൾ രോഗിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വ്യക്തത കിട്ടുകയും കൃത്യമായ പ്രിസ്ക്രിപ്ഷനിലേക്ക് നിങ്ങളുടെ ആദ്യ ഡോസ് തന്നെ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പലപ്പോഴും കെൻ്റത് പറയാറുണ്ട്. കെൻറ്റിൻ്റെ ഈ പുസ്തകത്തിൻ്റെ, കെൻ്റെ പ്രഭാഷണങ്ങളുടെ, കെൻറ്റിൻ്റെ ക്ലാസ്സുകളിലെ ഒരു മഹത്വം അതാണ്. വളരെ സൂക്ഷ്മമായിട്ടുള്ള താരതമ്യങ്ങൾ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ടോൺസിൽസ് ഒരു കൊട്ടേഷനാണ്. ടോൺസിൽസിൻ്റെ വീക്കം. ടോൺസിൽസിൻ്റെ വീക്കം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോഗ്രഷനും അതെങ്ങനെ വന്ന് എങ്ങോട്ട് പോകുന്നു, ഏത് തരത്തിൽ വരുന്നു, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട താരതമ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ് ടോൺസിൽസ് മാത്രം വെച്ചുകൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്യരുത് ഉണ്ടോ. യു ആർ നോട്ട് സെലക്ടിങ് ദ റെമഡി പ്യൂർലി ഓൺ എൻലാർജ്ഡ് ടോൺസിൽസ്. വലുതായ ടോൺസിൽസിനെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ടല്ലോ നിങ്ങൾ ഔഷധം കൊടുക്കുന്നത്, ഔഷധ നിർണയം നടത്തുന്നത്. ബട്ട് ദീസ് യു സി ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റമായിട്ട് വരുമ്പോൾ ബാറ്റാ കാർബിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷനുമായിട്ട് ചേർന്ന് അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മൊഡാലിറ്റിയുമൊക്കെ ആയിട്ട് ചേർന്ന് വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ മാത്രമേ ടോൺസിലൈറ്റിസിന് ഇത് ഉപകരിക്കുകയുള്ളൂ. ദി ഇൻഫ്ലമേഷൻ ഈസ് നോട്ട് സോ വയലൻറ്റ് ആസ് ദാറ്റ് വിച്ച് കംസ് ഇൻ ബെൽഡോണ. ബെൽഡോണയിൽ വരുന്ന ത്രോട്ടിൻ്റെ ടോൺസിൽസിൻ്റെ ഇൻഫ്ലമേഷൻ, അതിൻ്റെ ഒരു വയലൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു രൂക്ഷത. ഇറ്റ് ഡസ് നോട്ട് കം ഇൻ എ നൈറ്റ്. അത് ബാറ്റാ കാർബിൻ്റെ കാര്യത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ബെൽഡോണയിൽ വരുന്ന പോലെ വീക്കം വരലല്ല. ഇറ്റ് ഡസ് നോട്ട് ഗോ ഓൺ റാപ്പിഡ്ലി ടു സൂപ്പറേഷൻ. ബെൽഡോണയിൽ എന്ന പോലെ വളരെ വേഗത്തിൽ ഇതൊരു പഴുപ്പിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് എ വെരി സോർ ത്രോട്ട്. വല്ലാതെ ഇങ്ങനെ കീരിപ്പൊക്കെ ഉണ്ടാക്കുന്ന തൊണ്ട അതിങ്ങനെ നിൽക്കുകയാണ്. ഹാസ് കം ഓൺ സ്ലോലി ആഫ്റ്റർ മെനി ഡേയ്സ് ഓഫ് എക്സ്പോഷർ. നിരവധി തവണ തണുപ്പടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അഗ്രിവേഷൻ സാഹചര്യം എന്താണോ അതുകൊണ്ട് ആവർത്തിച്ച് വന്നതുകൊണ്ട്. ആൻഡ് ദർ ഈസ് ഗ്രാജുവൽ ഗ്രോത്ത്. ക്രമേണയുള്ള വളർച്ച ഉണ്ടാകുന്നു ടോൺസിൽസിന്. ആൻഡ് ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ്. ക്രമേണ ആ ഒരു അവസ്ഥ വികസിച്ച് വരും. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഒരു തണുപ്പടിച്ചു, ടോൺസിൽസ് വീർത്തു, അത് കഴിഞ്ഞ് മടങ്ങിപ്പോക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് പോകില്ല, അല്പം വർദ്ധിച്ചേ നിൽക്കുകയുള്ളൂ. അടുത്ത പറയുമ്പോൾ ആ അല്പം വർധനം എന്നാൽ പിന്നെ വർധന, അത് ശമിക്കുമ്പോൾ പഴയതിനേക്കാൾ അല്പം കൂടി വലുതായി. അങ്ങനെ ക്രമേണ ഗ്രാജുവൽ എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട് പടിയായിട്ട് വരുന്നു. ദാറ്റ് ഈസ് എ ക്യാരക്ടർ ഓഫ് ദ ബാരിറ്റ കാർബ് ടോൺസിലൈറ്റിസ്. ബാരിറ്റ കാർബ് ടോൺസിലൈറ്റിസിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. വൈൽ ദാറ്റ് ഓഫ് ബെൽ കംസ് ഓൺ വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. പക്ഷെ ബെൽഡോണ കാര്യത്തിൽ വളരെ വേഗത്തിൽ വരുന്നു. ഹെപ്പാർ ഈസ് ഓൾസോ റാപ്പിഡ്. ഹെപ്പാറും റാപ്പിഡാണ്. ആൻഡ് ഗോസ് ഓൺ ടു സൂപ്പറേഷൻ. അത് പഴുപ്പിലേക്ക് പോകും. ദർ ഇസ് എ റെമഡി ഫോർ ഇൻഫ്ലമേഷൻ ഓഫ് ദ ടോൺസിൽസ് വേർ ദ ഇയർ ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് ഈസ് അമീൽറേറ്റ് ബൈ ഹീറ്റ്. ചെവി കൂടി അതിൽ ബന്ധപ്പെട്ട് വരുന്ന ടോൺസിൽസിന്റെ വീക്കം വെരി ഫ്യൂ യൂസ്. അത് വളരെ കുറച്ച് ഉപയോഗത്തിനുള്ളൂ, പക്ഷേ അതിന് വലിയ മൂല്യമുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദാറ്റ് ഈസ് കമോമില്ല. അത് കമോമില്ലയാണ്.
ചെവി കൂടി ഇൻവോൾവ് ചെയ്ത് വരുന്ന തൊണ്ടവേദന, അത് പക്ഷേ ചുരുക്കമായിട്ട് ആ ഒരു അവസ്ഥകളിൽ. പക്ഷേ കമോമിൽ ആൻഡ് ഇറ്റ് ഈസ് എസ്പെഷ്യലി ഇൻഡിക്കേറ്റ്സ് ഇഫ് ദ പേഷ്യൻ്റ് ഈസ് ഇറിറ്റബിൾ. ചെവി ഇൻവോൾവ് ആണ്, തൊണ്ടയിലും പ്രശ്നമുണ്ട്, ടോൺസിൽസും പ്രശ്നമുണ്ട്, രോഗിയും അല്ലാതെ ഇറിറ്റബിളാണ്. കമോമില്ല രോഗിയുടെ അവസ്ഥ, കമോമില്ല കുട്ടിയുടെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ അത് വളരെ സ്പെസിഫിക് ആണ്. പക്ഷെ അത് വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമേ വരാറുള്ളൂ. ദ പെയിൻ ഇസ് അമീറേറ്റഡ് ബൈ ഹീറ്റ് ആൻഡ് കംസ് ഓൺ വിത്ത് ഗ്രേറ്റ് വയലൻസ്. ബേറ്റാ കാർബിനെ കുറിച്ച് വീണ്ടും പറയുകയാണ്. വേദന, ചൂടുകൊണ്ട് അതിന് ശമനമുണ്ട്, വരുമ്പോൾ വല്ലാതെ രൂക്ഷതയോട് വരും. ഇറ്റ് മേ ബി മിസ്റ്റേക്കൻ ഫോർ എ ബെൽഡോണ ഇൻഫ്ലമേഷൻ. ഇനി കമോമില്ലയുടെ ഈ ടോൺസിലൈറ്റിസിനെ കുറിച്ച് കുറച്ചുകൂടി വിശദീകരണം കണ്ടു തരികയാണ്. ദ പെയിൻ ഈസ് അമീറേറ്റഡ് ബൈ ഹീറ്റ്, ചൂടുകൊണ്ട് ആ വേദനയ്ക്ക് ശമനമുണ്ട്. ആൻഡ് കംസ് ഓൺ വിത്ത് ഗ്രേറ്റ് വയലൻസ്, വല്ലാതെ രൂക്ഷതയോടാണ് വരുന്നത്. ഈ രൂക്ഷതയുള്ള വരവ് കാണുമ്പോൾ പൊതുവെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കാതിരിക്കുകയാണ് എൻ്റെ പറയുന്നത്. ഇറ്റ് മൈ ബി മിസ്റ്റേക്കൻ ഫോർ എ ബെൽഡോണ. ആ വരവിൻ്റെ രൂക്ഷത കണ്ടു കഴിഞ്ഞാൽ അത് ബെൽഡോണയാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും. ബട്ട് കമോമില്ല ക്യൂഴ്സ് ഇറ്റ് പെർമനൻ്റ്ലി. പക്ഷെ കമോമില്ലയാണ് അതിന് എന്നേക്കുമായി സുസ്ഥിരമായിട്ട് അതിന് സുഖപ്പെടുന്നത്. അഥവാ ബെൽഡോണ കൊടുത്തു, ചെറിയൊരു സമയം ഉണ്ടായുള്ളൂ, താൽക്കാലിക സമയം ഉണ്ടായുള്ളൂ, അത് വീണ്ടും വരികയാണ്. ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ചെവികളും അതിൽ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ചെവി വേദനയുണ്ട്, ചൂടുണ്ട്, അമീലറേഷനുണ്ട്. രോഗി വല്ലാതെ അസ്വസ്ഥത ഇറിറ്റബിലിറ്റി കാണിക്കുന്നുണ്ട്. കമോമിലുള്ള ഇറിറ്റബിലിറ്റി കാണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കമോമിൽ അതിനെ സ്ഥിരമായിട്ട് അതിന് സുഖപ്പെടുത്തും. ഈ കൊട്ടേഷനാണ് സെൻസേഷൻ ഓഫ് പ്ലഗ് ഇൻ ദ ത്രോട്ട്. ബേറ്റാ കാർബിൻ്റെ കാര്യമാണ്. തൊണ്ടയിലൊരു എന്തോ വെച്ച് അടപ്പ് വെച്ച് അടച്ചിരിക്കുന്ന പോലെ. ദാറ്റ് ഈസ് ടോൺസിൽസ് ആർ സോ ലാർജ് ദേ ഫീൽ ലൈക്ക് എ ഗ്രേറ്റ് ബോൾ ഓർ ഗ്രേറ്റ് ലംപ് ഇൻ ദ ത്രോട്ട്. ഇതിൻ്റെ കാരണം ഈ തൊണ്ടയിൽ ടോൺസിൽസ് അത്രക്ക് വലുതായി, അത്രക്ക് അസാധാരണമായതും വലുതായി. ആ തൊണ്ടയെ അടച്ചു കളഞ്ഞു. ദേ ചേഞ്ച് ദ ക്യാരക്ടർ ഓഫ് ദ വോയിസ്. ശബ്ദത്തിൻ്റെ ആ സ്വഭാവത്തെ അത് മാറ്റുന്നു. കോസ് ഡിഫിക്കൽറ്റി, ശബ്ദിക്കാൻ പ്രയാസമുണ്ടാകുന്നു. കൊട്ടേഷനാണ്. മച്ച് ബേണിംഗ് ഇൻ ദ ത്രോട്ട്. തൊണ്ടയിൽ വല്ലാത്ത പൊള്ളല്. ഇറിറ്റബിലിറ്റി സോളോ എനിത്തിങ് ബട്ട് ലിക്വിഡ്സ്. ദ്രാവകങ്ങളൊഴികെ എന്ത് ഇറക്കുന്നതിനും കഴിവില്ല, സാധിക്കില്ല, പ്രയാസം. The irritation keeps up a constant choking and spasmodic constriction in the throat. തൊണ്ടയിൽ സ്ഥിരമായിട്ടൊരു തടസ്സം, തൊണ്ട അടച്ചിരിക്കുന്ന പോലെ. സ്പാസ്മോഡിക് കോൺസ്ട്രിക്ഷൻ, ഇടക്കിടക്ക് വലിച്ചുപോച്ചൽ അങ്ങനെ വരുന്നു. കോൺട്രാക്ഷൻസ്, ചുരുങ്ങൽ വരുന്നു. ഡ്രോയിങ്സ് ആൻഡ് ക്രാമ്പിങ്സ് ഇൻ ദ ത്രോട്ട്, അനിയന്ത്രിതമായ ചലനങ്ങൾ തൊണ്ടയിൽ വരുന്നു. ഇങ്ങനെ പെട്ടെന്ന് വന്നിങ്ങനെ തുടർന്നു പോകുന്നൊരവസ്ഥകൾ വരുന്നു. ഇറ്റ് ഓൾസോ ഹാസ് എ സ്പാസം ഇൻ ദ ഈസോഫാഗസ് വെൻ swallowing, എസ്പെഷ്യലി ഇൻ ഓൾഡ് നെർവസ് ഓർ പ്രിമച്ചുവർലി ബ്രോക്കൺ ഡൗൺ പീപ്പിൾ. വാർദ്ധക്യമായവർ അല്ലെങ്കിൽ അകാല വാർദ്ധക്യമുള്ളവരിൽ എങ്ങനെയാണ് ആഹാരം ഇറക്കുമ്പോൾ അന്നനാളത്തിൽ പെട്ടെന്നൊരു വലിച്ചു കോച്ചൽ പോലെ വരുന്നു, ആഹാരം ഇറക്കാൻ പറ്റാതെ വരുന്നു. കൊട്ടേഷൻ സ്പാസം ഇൻ ദ ഈസോഫാഗസ്, ഡിഫിക്കൽറ്റി ഇൻ swallowing, ആഹാരം ഇറക്കാൻ പറ്റുന്നില്ല, അന്നനാളത്തിൽ വലിച്ചു കോച്ചൽ. ഏതോ പ്രോഗ്രാം കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ദ ബോൾസ് ഓഫ് ഫുഡ് ഗോസ് ഡൗൺ എ ലിറ്റിൽ വേ. ആഹാരത്തിൻ്റെ ആ ഒരു ഉണ്ട താഴേക്ക് ഒരു അല്പം പോകും. ആൻഡ് ദെൻ കോസസ് സ്പാസംസ്, അല്പം പോകുമ്പോൾ തന്നെ വലിച്ചു കോച്ചലുകളുണ്ടായി. ആൻഡ് ഹി ഗാഗ്സ് ആൻഡ് ചോക്സ്, അപ്പോഴേക്കും ചുമച്ച് ഇതിനെ തൊണ്ടടപ്പുണ്ടായിട്ട് തുപ്പിക്കളയാൻ പോകുന്നു. ദ ഗാഗിങ് ആൻഡ് ചോക്കിംഗ് വിത്ത് എ ലിറ്റിൽ ഫുഡ് ഈസ് എ വെരി സ്ട്രോങ് ഫീച്ചർ ഓഫ് കാലികാർബ്, ഗ്രാഫൈറ്റിസ് ആൻഡ് മെർക്കുറിക്കോർ. അപ്പോൾ ഒരു ഉണ്ട കഴിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, വളരെ വെരി ലിറ്റിൽ ഫുഡ് വിത്ത് എ ലിറ്റിൽ ഫുഡ്, അല്പം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഈ പറയുന്ന പോലെ തടസ്സവും തൊണ്ടടപ്പും ഒക്കെ ഉണ്ടാകുന്നത് കാലികാർബിൻ്റെയും ഗ്രാഫൈറ്റീസിൻ്റെയും മെർക്കുറിക്കോറിൻ്റെയും ശക്തമായ സ്വഭാവമാണ്. ദിസ് ഇസ് ഓൾസോ എ സ്ട്രോങ് ഫീച്ചർ ഓഫ് ബേറ്റാ കാർബ്. ബേറ്റാ കാർബിന് ശക്തമായിട്ട് വരും, ബട്ട് മച്ച് സ്ട്രോങ്ങർ ഇൻ മെർക്കുറിക്കോർ. പക്ഷേ അതിനേക്കാൾ ശക്തമായിട്ട് വരുന്നത് മെർക്കുറിക്കോറിലാണ്. കണ്ടോ താരതമ്യങ്ങൾ. ഈ ഒരു പ്രശ്നം പറഞ്ഞു വരുന്നവരെ ചിലപ്പോൾ തെറ്റിപ്പോവും. ഈ 4-5 ഔഷധങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു, ഏത് കൊടുക്കണം, എന്ത് കൊടുക്കണം, സൂക്ഷ്മമായ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആ സൂക്ഷ്മത തിരിച്ചറിഞ്ഞ് കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഹോമിയോപാത്തിൻ്റെ വിജയം. ആ വിജയത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കെൻറ്റ് നിരന്തരമായി ഇത്തരം സൂക്ഷ്മമായ താരതമ്യങ്ങൾ പറയുന്നത്. തൻ്റെ വിദ്യാർത്ഥികൾക്കൊരു തെറ്റ് സംഭവിക്കരുത്, ആ പ്രാക്ടീസിൽ അവർക്കൊരു അബദ്ധം സംഭവിക്കരുത്, പ്രാക്ടീസ് വിജയിക്കണം. ആ പകർന്നു കൊടുത്ത അറിവുകളാണ് നിങ്ങൾക്ക് ചുളിവിൽ പകർന്നു കിട്ടുന്നത്. അതിനെ പരമാവധി സ്വാംശീകരിക്കുക. ദ ട്രബിൾസ് ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആൻഡ് ആപ്പിറ്റൈറ്റ് ആൻഡ് സ്റ്റൊമക്ക് ആൻഡ് ഓൾ ബി റൺ ടുഗദർ. അപ്പോൾ ആഹാരം കഴിക്കുന്നതിനുള്ള പ്രയാസം,
വെള്ളം കുടിക്കുന്നുള്ള പ്രയാസം, പാനീയങ്ങൾ കുടിക്കുന്നുള്ള പ്രയാസം, വിശപ്പ്, വയറിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് വരാം. ദർ ഇസ് വീക്ക്നെസ് ഓഫ് ഡൈജഷൻ, ഇറ്റാലിക്സിലാണ്. ദഹനപ്രക്രിയ തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. ഓൾ സോർട്സ് ഓഫ് ഡിസോർഡേഴ്സ് ആൻഡ് ഡിസഗ്രിയബിൾ സെൻസേഷൻ ഇൻ ദ സ്റ്റൊമക്ക് ആഫ്റ്റർ ഈറ്റിംഗ്. ആഹാരം കഴിച്ച ശേഷം വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കാര്യം പറയാൻ എല്ലാത്തരം പ്രയാസങ്ങൾ, വയറാകെ കുഴപ്പത്തിലാവും, ഒരു ബുദ്ധിമുട്ട്, എല്ലാ തരത്തിൽ അതെന്തുവാകാം. സംടൈംസ് ഗ്യാസ്ട്രാൾജിയ, പഴയൊരു പേരാണ്. വയറുണ്ടാകുന്ന നാഡീ സംബന്ധമായ വേദന, വയറിൻ്റെ മധ്യഭാഗത്ത് അടിവയറിന് മേലിലൊക്കെ പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടാകുന്ന വലിച്ചു കോച്ചുന്ന വിധത്തിലുള്ള വേദന. സംടൈംസ് ഡിസ്റ്റൻഷൻ, ചിലപ്പോൾ വയറ് വീർത്ത് കെട്ടിയിരിക്കും. ഇനി കൊട്ടേഷനാണ്. സ്റ്റൊമക്ക് ഏക്സ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വയറുവേദന. എക്സ്ട്രീം വീക്ക്നെസ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം അങ്ങേയറ്റത്തെ തളർച്ച. ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ഒരു ഉണർവൊക്കെ ഉണ്ടാകുന്നൊരു അങ്ങേയറ്റത്തെ തളർച്ച. അബ്ഡമിൻ ഹാർഡ് ആൻഡ് ടെൻസ്. ഈ ആഹാരം കഴിച്ച ക്ഷീണം എന്ന് പറയുന്നത് പൊതുവെ വൃദ്ധർ പറയുന്നൊരു കാര്യമാണ്. വൃദ്ധർക്ക് അതൊരു അധ്വാനമാണ്. അപ്പോൾ ബേറ്റാ കാർബിൻ്റെ സ്വഭാവമായിട്ട് അത് ചേർന്ന് വരുന്നതുകൊണ്ടോ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ക്ഷീണം, അങ്ങേയറ്റ ക്ഷീണം. അബ്ഡമിൻ ഹാർഡ് ആൻഡ് ടെൻസ്, അടിവയറ് കല്ലിക്കുന്നു, വലിഞ്ഞു മുറിയിരിക്കുന്നു. ഇനി കൊട്ടേഷൻ. മെസൻട്രിക് ഗ്ലാൻസ് സോളൻ ആൻഡ് ഹാർഡ്, വയറിലുള്ള ആ ലിംഫ് ഗ്രന്ഥികൾ അത് വീങ്ങി കല്ലിച്ചു. വിത്ത് എ ബിഗ് ബെല്ലി, അങ്ങനെ വരുമ്പോഴേക്കും വലിയൊരു വയറ് വീർത്തിരിക്കുന്നു. ആ പേഷ്യൻ്റെ സ്വഭാവനയാണല്ലോ, ആകെ ശോഷിച്ച് വയറ് മാത്രം വീർത്തിരിക്കുന്നു. അബ്ഡമിനൽ മസിൽസ് സോർ ടു ടച്ച്, അടിവയറ്റിലെ പേശികളിൽ സ്പർശിക്കുമ്പോൾ നൊമ്പരം. ഇത്രയും കൊട്ടേഷൻ. ഇറ്റ് ഹസ് ക്യൂർഡ് ഇൻ ദ ഏർലി സ്റ്റേജസ്. ടേവ്സ് മെസൻട്രിക്ക, ഈ പറയുന്ന ഈ ഗ്രന്ഥികളിൽ, ലിംഫ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ക്ഷയം, അതും പഴയൊരു പ്രയോഗമാണ്. അതിൽ ക്ഷയത്തിൻ്റെ ആദ്യമഘട്ടങ്ങളിൽ ബേറ്റാ കാർബൺ സുഖപ്പെടുത്തും. ഇറ്റ് ഹസ് ക്യൂർഡ് ദ എൻലാർജ് അബ്ഡോമൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികളിൽ വീർത്തുന്തിയിരിക്കുന്ന വയറിനെ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. വെൻ ദർ വാസ് അമീസിയേഷൻ ഓഫ് ദ ലിംസ്, എപ്പോഴാണ് കയ്യാലുകൾ ശോഷിച്ചിരിക്കുന്നു, അമീസിയേഷൻ എവരിവർ, എല്ലാവരും ശോഷിച്ചിരിക്കുന്നു, മുഖമൊക്കെ ശോഷിച്ചു. നോട്ട്സ് ഓഫ് എൻലാർജ് ഗ്ലാൻഡ്സ് ആൻഡ് ഡോർഫ് ഇൻ്റലക്ട്. അപ്പം വീർത്തു വന്ന ഗ്രന്ഥികളിൽ കല്ലിച്ച് കട്ട പോലെ ഇരിക്കുന്നു, ബുദ്ധി മരവിച്ച് മന്ദിച്ചിരിക്കുന്നു, ബുദ്ധി ഒരു കുട്ടിയുടെ പോലെ. ഇത്തരം സാഹചര്യങ്ങൾ ചേർന്ന് വരുമ്പോൾ അപ്പോഴാണൊരു ബേറ്റാ കാർബിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ആ ഒരു ടോട്ടാലിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടീഷൻസ് വരുന്ന അപ്പോഴാണ്. ബേറ്റാ കാർബ് ഹാസ് ആൻ ഇൻവെർട്രേറ്റ് കോൺസ്റ്റിപ്പേഷൻ, അങ്ങേയറ്റം ഒരു രക്ഷയില്ലാത്ത തരത്തിലുള്ള മലബന്ധം ബേറ്റാ കാർബിനുണ്ട്. ബേറ്റാ കാർബിൻ്റെ വേറൊരു ഉപയോഗം ഞാൻ കണ്ടിട്ടുള്ളത് ബാബുച്ചേട്ടൻ്റെ അടുത്ത് വെച്ച് ഞാൻ പരിചയപ്പെട്ടാണ്. ബാബുച്ചേട്ടൻ്റെ പഴയൊരു പേഷ്യൻ്റാണ്, ഒരു പെൺകുട്ടി. അന്ന് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ 14-15 വയസ്സുണ്ട്. അതിനെ പല ഈ മന്ദബുദ്ധികളായ കുട്ടികളെയൊക്കെ നോക്കുന്ന പല സ്ഥാപനങ്ങളും കൊണ്ടേക്ക് ആക്കിയിട്ട് അവരൊന്നും എടുക്കാതെ തിരിച്ചയച്ചൊരു കേസാണ്. ആ കുട്ടിയുടെ പ്രശ്നം ഇതായിരുന്നു, ഒരു രക്ഷയില്ലാത്ത കോൺസ്റ്റിപ്പേഷൻ. അതിന് ബേറ്റാ കാർബ് ബാബുച്ചേട്ടൻ കൊടുത്തു. ഒരു ഡോസേ കൊടുത്തുള്ളൂ. അത് നല്ല ശമനം ഉണ്ടായി. പിന്നീട് അത് ആവർത്തിച്ച, കാരണം ബേറ്റാ കാർബ് പേഷ്യൻ്റ് ആയിരുന്നില്ല. എന്തോ ഒരു സാഹചര്യത്തിൽ ബേറ്റാ കാർബ് കൊടുത്തു. കാരണം ആ സമയത്ത് ഞാനവിടെ ഉണ്ട്, 94-95 മറ്റുമാണ്. ആ സമയത്തുണ്ട്, കൊടുത്തു. അവർ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞു ബേറ്റാ കാർബ് ഞാൻ കൊടുത്തിട്ടുണ്ട്, കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. പിന്നീട് അതിന് മറ്റ് ചില വിശേഷം ബയോകെമിക്സൊക്കെയാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അവശേഷം തീരെ വയ്യാതാകുന്നവരെ അതിൻ്റെ അമ്മ വന്ന് മരുന്ന് വാങ്ങി പലപ്പോഴും ഞാൻ അവരെ കാണുമായിരുന്നു. ഈ കൊട്ടേഷനാണ്. ഡിഫിക്കൽട്ട് നോട്ടി സ്റ്റൂൾസ്, വളരെ പ്രയാസമുള്ളവനം, നോട്ടി കട്ട പോലെ, കല്ല് പോലെ. സ്റ്റൂൾ ഹാർഡ് ആൻഡ് ഇൻസഫീഷ്യൻറ്റ്, വല്ലാതെ കട്ടി, വേണ്ട രീതിയിൽ പോവുകയുമില്ല. ഇതിന് 3-4-5 ദിവസം പോകാതിരിക്കും. എന്നിട്ട് ഈ ബേറ്റാ കാർബ് കൊടുത്തിട്ട് ഞാനൊക്കെ ചോദിക്കാറ് ബേറ്റാ കാർബ് കൊടുത്തിട്ട് എന്തായി. അന്ന് ടെലിഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നീട് 2-3 ആഴ്ച കഴിഞ്ഞ് ആ കുട്ടിയുടെ അമ്മ വീണ്ടും വന്നപ്പോഴാണ് പറഞ്ഞത് ഒത്തിരി മലവങ്ങ് പോയി, ഒരുപാട് ആശ്വാസമുണ്ടായി, അതിൻ്റെ കുറേ മാനസികമായിട്ട് ആശ്വാസം ഉണ്ടായിരുന്നു. എ ലാക്ക് ഓഫ് ആക്ഷൻ ഇൻ ദ റക്ടം, രക്തത്തിൽ മലാശയത്തിൽ പിന്നെ പ്രവൃത്തി നടക്കുന്നില്ല, മലാശയത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നില്ല. അതാണ് സംഭവം. നെർവസിൻ്റെ പ്രശ്നമാണത്. അതിനൊക്കെ ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ടോ വെള്ളം കുടിച്ചുകൊണ്ടോ ഒന്നും അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ഔഷധം തന്നെ വേണം. ദ ഹെമറോയിഡൽ പ്രൊസ്റ്റിറ്റ്യൂഷൻ ഡ്യൂറിങ് സ്റ്റൂൾ ആൻഡ് യൂറിനേഷൻ, മലശോധന സമയത്തും മൂത്രമൊഴിക്കുന്ന സമയത്തും ഹെമറോയിഡ്സ് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളി വരുന്നു. അത്രമാത്രം പ്രധാനപ്പെട്ട അറിവുകളാണ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നതെന്ന് നോക്കുക. തെറ്റുകൂടാതെ കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന നിരവധി
താരതമ്യങ്ങളൊക്കെ എന്ത് പറയുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.